ക്ലേശകാലം എന്ന് പറഞ്ഞത് അത് ബിബ്ലിക്കലി സ്പീക്കിംഗ് ടെമ്പററി ടൈമാണത്. ഒരു കുറച്ച് കാലമേ ഉണ്ടാകത്തുള്ളത്, അതങ്ങനെ മാറിപ്പോകും. ദൈവം ഒരിക്കലും എപ്പോഴും നമ്മളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തില്ല. ഇപ്പോൾ ഏത് ടൈം വരും, നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും, നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്വലിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോകും. പിന്നെ നിങ്ങളുടെ എംപവറിങ്ങിൻ്റെ കാലം വരും. പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് മാറും. ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡലിറ്റി ചെക്ക് ചെയ്യാൻ, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അപ്പം കൃപ എന്ന് പറയുന്നത് എന്താണ്? 2 Corinthians 12:9 അനുസരിച്ചുകൊണ്ട് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തി ബൈബിളിൽ കപ്പാസിറ്റി എന്ന് പറയും, കഴിവാണ്. ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ കഴിവ് എന്താണ്? അത് മസിൽ പവറാണോ, മണി പവറാണോ, പാർട്ടി പവറാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. കാര്യം എന്താണ്? അത് എപ്പോഴായാലും യൂസ് ആൻഡ് ത്രോ ആണ്. പോകാതെ നിൽക്കുന്നത് ഈ ഗ്രേസ് പവറാണ്. ഗ്രേസ് ഒരു പവറാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്ലേശകാലം വന്ന് ടാപ്പിംഗ് ടൈം എന്ന് പറയും. ഇപ്പോൾ റബ്ബറില്ലേ, റബ്ബറിന് ഒരു ടാപ്പിംഗ് ടൈമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മളത് കടുംപെട്ടിന് കൊടുക്കും. പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? കത്തി കൊണ്ട് മുറിക്കണ സമയം അല്ലേ? വെളുപ്പിന് 3 മണിക്ക് തൊട്ട് മുറിക്കാൻ തുടങ്ങത്തില്ലേ? മുറിക്കുന്ന സമയത്ത് അവിടുന്ന് പാലിട്ട് വീഴും. 10 മണിക്ക് വന്നാൽ പാല് സെറ്റ് അവർ എടുത്തുകൊണ്ട് പോകും. ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അത് മുറിവിലാണ് വരുന്നത്. അത് ഇതുപോലെ ക്ലേശകാലം എന്ന് പറയുന്നതാണ് കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലേശകാലമാണ്. അപ്പോൾ ചില സമയത്ത് ഭർത്താവ് നമ്മൾ ഉപേക്ഷിച്ചിടക്ക് തോന്നും, വിളിക്കണില്ല, തിരക്കണില്ല, ടാപ്പിംഗ് ടൈമാണ്. അഞ്ച് കിടന്നുണ്ട്, അയാൾക്ക് വേറെ ബന്ധമുണ്ട്, അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത്. ഇനി വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മായിയമ്മോട് പറയും നിങ്ങളുടെ വളർത്ത ദോഷമാണ്, ഞാൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെയാണെന്നൊക്കെ ഇല്ലാത്ത ഉള്ള ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത്. അത് ടാപ്പിംഗ് ടൈമാണ്. നിങ്ങൾ മൗനമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായി വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിക്കണം. നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകരുത്. നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കാരണത്ത് ചെവിയിൽ ഒരു പാറ്റ പോയി, ഉടനെ എടുത്ത് കുപ്പിച്ചിലുൾപ്പെടെ സാധനം കുത്തിക്കയറ്റും. അപ്പോൾ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, ഒന്നും ചെയ്യരുത്. കണ്ണിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമിയിട്ട് അവിടെയുള്ള എല്ലാ കോശങ്ങളും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്തം കടന്നു വരും. ഡോണ്ട് ഡു ഇറ്റ്. പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകണം, എക്സ്പേർട്ട് അടുത്ത് പോയിട്ട് എക്സ്പേർട്ടാണ് ആ വിഷയം ചെയ്യേണ്ടത്. ഇതുപോലെ ഉള്ള ക്ലേശകാലത്ത് നിങ്ങളായിട്ട് അത് പരിഹരിക്കാൻ നോക്കരുത്, മറിച്ച് കർത്താവ് അത് പരിഹരിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? അത് നമ്മൾ മൗനം പാലിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ക്ലേശകാലത്തെ കൃപയുടെ ടാപ്പിംഗ് ടൈമിലെ അങ്ങേ അതിനകത്ത് ആ വിഷയത്തിൽ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേകം ജ്ഞാനം നൽകണമേ പറഞ്ഞില്ലേ, ഈശോയിലൂടെ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ പറഞ്ഞ ശരിയാണ്, പക്ഷേ ഞാനിങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തതാണ്, ഇപ്പോഴും ഞാൻ അധോഗതിയിലാണെന്ന് നിങ്ങൾ പറയും. എൻ്റെ മകളെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 3 ഘട്ടമുണ്ട്. നിങ്ങളെ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കൃപയുടെ കപ്പാസിറ്റിയിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഓൺ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെൻ്റ് അല്ല സംഭവം. ഒരു 3 പ്രാവശ്യത്തെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വചനം വായിക്കണം, എസെക്കിയേൽ 16:4. അതായത് അതിൽ ഇതാണ്: ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ട് പൊക്കൽക്കൊടി മുറിക്കാൻ പോലും ആരും ഇല്ലാതെ, ഉപ്പ് പെറ്റാൻ ആരുമില്ല. ഉപ്പ് പെട്ടാനത്ത് നമുക്ക് മനസ്സിലാകത്തില്ല, ബൈബിൾ ലാംഗ്വേജാണ്. അതായത് അവരുടെ കാലത്ത് ഇസ്രായേലിൽ ഈശോൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. അവിടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു ശുദ്ധീകർമ്മമാണ്. എന്ന് വെച്ചാൽ ഉപ്പ് എടുത്തിട്ട് അവർ പൊക്കൽക്കൊടി മുറിച്ചിട്ട് വയറ് മുഴുവനും ഇത് പെരട്ടും. ഇത് എന്തിനാണ് പെട്ടണത്? ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറേ വെള്ളം ഉണ്ടാകത്തില്ല, എക്സ്ട്രാ വെള്ളം, ആവശ്യമില്ലാത്ത വെള്ളമില്ലേ, ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കൽക്കൊടി മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും. എന്തുപ്പാണ് പെരട്ടണത്? ചാവ് കടലില്ല ഉപ്പാണ് പെരട്ടണത്. നമ്മുടെ ഉപ്പല്ല, അത് ഉപ്പ് പാറയാണ്. അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ചുണ്ടാകും, അതെടുത്തിട്ട് ഗർഭത്തെ ശിശുവിനെ പെരട്ടും. അത് പരിചരണമാണ്. ഇപ്പം എന്താ ബൈബിൾ പറയണത്? നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ഇസ്രായേലാണ്. നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത്, വിശ്വാസം വളർന്ന കാലത്ത് നിൻ്റെ പൊക്കിൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നോ? എന്നുവെച്ചാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്ക് ആരുമില്ലാത്തൊരു സമയം ഉണ്ടാവും. ഈ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. പ്രാഥമിക, അതായത് കായൻ ആബേലിനെ കൊന്നില്ലേ? അപ്പോൾ കായനോട് ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ മുഖം ഇങ്ങനെ വിങ്ങിയിരിക്കണമെന്ന് ചോദിച്ചില്ലേ? അവൻ കാണിച്ച നീച പാപമാണെങ്കിൽ പോലും, നീച പാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.